എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ അവൻ്റെ ഗ്ലൗസ് ഒക്കെ ഊരി വെച്ച് കൈയും മുഖമൊക്കെ കഴുകി ഇപ്പോൾ റൂമിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ ചോപ്പത്തി പെണ്ണ് അവൾ അവൻ്റെ ബെഡിൽ കിടക്കുന്നതായിട്ട് ഇപ്പം നമ്മുടെ ഹീറോ കാണും. ഓ നോ, നീ എങ്ങനെ ഇവിടേക്ക് വന്നു? ഡോർ തുറക്കുന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? ഇങ്ങനെ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ റൂമിൽ വന്നിരിക്കാൻ നിനക്ക് പേടിയൊന്നുമില്ലേ? അതിന് അവളാണെങ്കിൽ ചിരിക്കും. ഞാൻ എന്തിന് നിന്നെ പേടിക്കണം? സത്യത്തിൽ നിന്റെ റൂമിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് എൻ്റെ റൂം. നിന്റെ റൂമിൽ ആളനക്കം കേട്ടു. സോ നീ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ ഈ ജനലിലൂടെ അകത്തേക്ക് വന്നത്. നാളെ മോർണിംഗ് നമുക്ക് മിഷനുണ്ട്. അതുവരെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമെന്ന് ഞാൻ കരുതി. അതിരിക്കട്ടെ, നിന്റെ കൈക്ക് ഇതെന്ത് പറ്റി? അതിന് ഹീറോ പറയും, ഇത് പണ്ടേ ഉള്ളതാണ്. ഇതിന്റെ വേദന കുറയ്ക്കാനാണ് ആ ഗ്ലൗസ് അത് ഞാൻ കയ്യിൽ അണിയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴുകി വൃത്തിയാക്കി വെക്കാറുണ്ട്. ആണെങ്കിൽ അവൻ്റെ കയ്യിലെ അടയാളത്തിലേക്ക് തന്നെ നോക്കും. നമ്മുടെ പാരൻസിന് നമ്മളോട് ഒരുപാട് സ്നേഹം ഉണ്ടാവും. അതിൻ്റെ അടയാളമായിരിക്കാം ഒരു പക്ഷേ ഇതെന്ന് പറഞ്ഞ് അവൾ കടന്നു പോകും. ഇതാ മറ്റൊരു ഭാഗത്ത് ബാക്കിയുള്ള ടീംമേറ്റ്സ് അവരെല്ലാവരും ചേർന്ന് വേറൊരുത്തൻ എന്തോ ചില കുത്സിത പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഹീറോയും ആ മഞ്ഞത്തലയനും അവർ രണ്ടുപേരും ബോസിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. ബോസ് ആണെങ്കിൽ ഹീറോയോട് പറയും, നീ ആരാണെന്നോ എന്താണെന്നോ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. നിന്നിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. നോമാൻ ലാൻഡിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്തരത്തിൽ വസ്ത്രമൊക്കെ ധരിച്ച് വളരെയധികം സ്ട്രോങ് ആയിട്ട് വേണം അവിടേക്ക് കടന്നു പോകാൻ. അതിന് ഹീറോയും ഓക്കെ പറയും. ബോസ് ആണെങ്കിൽ വീണ്ടും ഹീറോയോട് പറയും, നീ സ്വന്തമായിട്ട് ഒരു സ്പെല്ല് അത് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി. നിനക്ക് സ്വന്തമായിട്ട് അതിനുള്ള പവറും കഴിവും ഉണ്ട്. അതുകൊണ്ടാണ് നിന്നോട് തന്നെ അത്തരത്തിലൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇവിടെ ബാക്കിയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഓരോ സ്പെല്ല് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ നമുക്കതിന് പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവനിപ്പോൾ ഒരുപാട് ജോലികൾ ഞാൻ കൊടുത്തിരിക്കുകയാണ്. നീ കാണുന്ന പെയിന്റിങ്സും എക്സ്ട്രാ വർക്കൊക്കെ ചെയ്തത് അത് അവനാണെന്ന് പറയും. ഹീറോ ആണെങ്കിൽ അതെല്ലാം തന്നെ ഒക്കെ കണ്ടു മനസ്സിലാക്കും. മഞ്ഞത്തലേനാണെങ്കിൽ ഹീറോയോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ആ നോലാൻഡിലേക്ക് പോകാനായിട്ട് നമ്മളോടൊപ്പം ഒരു ടീം തന്നെ ഉണ്ടെന്ന് പറയും. അടുത്ത നിമിഷം ആ മിഷൻ ഏറ്റെടുത്ത ടീം അവിടേക്ക് വരും. ഒരു ജയന്റ് മാൻ ആണെങ്കിൽ ഹീറോയുടെ തൊട്ടടുത്തേക്ക് വരും. വാവ്, നിന്റെ സ്റ്റോറിയൊക്കെ കേട്ട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഞാൻ നിന്നിൽ നന്നായിട്ട് ഇംപ്രസ്ഡ് ആയെന്നൊക്കെ പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോയ്ക്ക് ആണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. ഞപ്പനാണെങ്കിൽ അവൻ കാട്ടിക്കൂട്ടുന്നൊക്കെ കണ്ട് ചിരിക്കുകയാണ്. അവൻ ഹീറോയോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഒരല്പം ഇരി കുറഞ്ഞവനാണ്, പക്ഷെ ആള് പാവമാണ്. നിന്നെ അവന്റെ ടീമിൽ കിട്ടാനാണ് അവൻ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഹീറോയ്ക്ക് ആണെങ്കിൽ അതൊന്നും അത്രയ്ക്ക് ഇഷ്ടാവില്ല. മാത്രമല്ല അവന്റെ പഴയ ടീമായിരിക്കും കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് തോന്നുക. മഞ്ഞത്തലേനാണെങ്കിൽ ഹീറോയെ ആശ്വസിപ്പിക്കും, ഇവൻ നന്നായിട്ട് പാട്ട് പാടും, നിന്നെ എന്റർടൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ജാൻറ്റിനോട് പാടാനായിട്ട് പറയും. അവനാണെങ്കിൽ വാ തുറന്ന് അലറി കാറി പാട്ട് പാടും. അത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാവരും പേടിക്കുകയാണ്. ആണെങ്കിൽ ചെവി പൊത്തി ദേഷ്യപ്പെട്ട് അവനോട് ആ പാട്ട് നിർത്താനായിട്ട് പറയാണ്. അത് കേട്ട് അവനും പാട്ട് നിർത്തും. അതിനുശേഷം മഞ്ഞത്തലേനാണെങ്കിൽ അവന്റെ വണ്ടിയുമായിട്ട് അവരുടെ അടുത്തേക്ക് വരും. എല്ലാവരും വണ്ടിയിൽ കയറി നോലാൻഡ് അത് ലക്ഷ്യമാക്കി പോവാണ്. അപ്പോഴായിരിക്കും അവരുടെ മാർഗമധ്യേ രണ്ടുപേര് അങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കുക. അവർ ദേഷ്യപ്പെട്ട് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി മുൻപോട്ടേക്ക് കടന്നു പോകും. ഹീറോ ആണെങ്കിൽ ദൂരത്തായിട്ട് വളരെ അത്ഭുതമായിട്ടുള്ള ഒരു സ്ഥലം കണ്ട് അങ്ങനെ ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കും. ഹീറോ ആണെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കും. അതിന് ആ മഞ്ഞത്തലയും പറയും, ആക്ച്വലി ഇത് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇവിടെയുള്ളവർ ക്രിയേറ്റ് ചെയ്ത ബിൽഡിങ്ങുകളാണ്. താഴേക്കിട്ട മറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുള്ളതുകൊണ്ട് തന്നെ അവർക്ക് സേഫ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാം. മുകളിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആരുടെയും ദേഹത്ത് വീഴില്ല. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ തട്ടി മറ്റുള്ളവർക്ക് അപായം ഉണ്ടാക്കാതെ സേഫ് ആയിട്ടിരിക്കും. അത് കേട്ട് ഹീറോയ്ക്കും അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നും. മുകളിലുള്ള ദുഷ്ടന്മാരാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയും. ഉടനെ ഹീറോ ആണെങ്കിൽ അവനെ നോക്കും. അതിനവൻ പറയും, അയ്യോ നിന്നെ ഉദ്ദേശിച്ചല്ല, നീ ഞങ്ങളുടെ ടീംമേറ്റ് ആണ്, ഞാൻ ബാക്കിയുള്ളവർ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇതാ ഇവിടെ രണ്ടുപേര് ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്തോ ഒരു ബാരിയർ അവരെ തടയാണ്. അതേസമയം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹായ് ആയിട്ട് ആ ബിൽഡിംഗ് അങ്ങനെ ക്രോസ് ചെയ്ത് അകത്തേക്ക് കടന്നു പോകും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ബിൽഡിങ്ങുകളിലുള്ള പെയിന്റിങ്സും സ്പെൽസും എല്ലാം തന്നെ കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതെല്ലാം കണ്ട് ഹായ് ആയിട്ട് കടന്നു വരികയാണ്. ഹീറോ ആണെങ്കിൽ അത് കണ്ട് ഇംപ്രസ്ഡ് ആവും. അതിന് മഞ്ഞത്തലയും പറയും, ഇവിടെയുള്ളവർക്ക് ഫ്രീഡം അത് വളരെ വലുതാണ്. ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇവരുടെ എല്ലാം ലീഡറായിട്ടുള്ള ഒരാളെ കാണാനാണ്. അവൻ ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ സ്പെല്ല് അതെല്ലാം തന്നെ വളരെ ഡിഫറെന്റും പവർഫുള്ളും ആണ്. ഹീറോയ്ക്കാണെങ്കിൽ അവൻ പറയുന്നൊന്നും മനസ്സിലാവില്ല. അതിന് മഞ്ഞത്തലേനാണെങ്കിൽ ചുമരിലുള്ള ഒരു പെയിന്റിംഗ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതും ഒരു സ്പെല്ലാണ്. ആക്ച്വലി ഈ ഒരു സ്പെല്ലിന്റെ പവർ അത് മറ്റൊന്നുമല്ല, ഈ ചുമരിലുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപകടം, അതല്ല എങ്കിൽ ചുമര് ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഈ പെയിന്റിംഗ് സ്പെല്ലിന്റെ റെസ്പോൺസിബിലിറ്റി.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എൻട്രൻസിൽ കണ്ട ആ 2 പേർക്ക് അകത്തേക്ക് കയറി വരാൻ കഴിയാതിരുന്നത്. കാരണം ആ എൻട്രൻസിലും ഒരു പ്രത്യേകതര സ്പെല്ല് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മോശം മനസ്സോടുകൂടെ ആരെങ്കിലും കടന്നു വരാൻ ശ്രമിച്ച ആ ഒരു സ്പെല്ല് അത് തടയും. 2 പേരും പഠിച്ച കള്ളന്മാരാണ്. ഇവിടേക്ക് കയറി വന്നാൽ തീർച്ചയായിട്ടും അവരെന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കും. അത് മനസ്സിലാക്കിയാണ് ആ സ്പെല്ല് അവരെ തടഞ്ഞത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ കള്ളന്മാരെ കാണിക്കും. അവർ 2 പേരും ഇപ്പോഴും അകത്തേക്ക് വരാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ പെയിന്റിങ്സും അതിന്റെ സ്പെല്ലും ഒക്കെ കണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്നു വരും. ആക്ച്വലി അവന്റെ കയ്യിൽ ഒരു വൈറ്റൽ ഇൻട്രുമെന്റ് ഉണ്ട്. അതവൻ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയതാണ്. അത്ര എളുപ്പത്തിൽ ആർക്ക് സ്വന്തമാക്കാനോ സ്വായത്തമാക്കാനോ കഴിയില്ല. ആ ഒരു പവർ ഉപയോഗിച്ചാണ് അവൻ ഈ സ്പെല്ലുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്പെല്ലുകൾക്ക് വളരെയധികം പവർ കൂടുതലാണ്. മഞ്ഞത്തലേനാണെങ്കിൽ കാര്യമായിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് കടന്നു വരുമ്പോഴായിരിക്കും ഒരു പെൺകുട്ടി അവൾ ഓടി വന്ന് അവനെ ഇടിക്കുക. മഞ്ഞത്തലേനെ എന്ത് അവളോട് പറയണം, അവൾ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. അവളാണെങ്കിൽ മഞ്ഞത്തലേനെയും നമ്മുടെ ആൾക്കാരെ എല്ലാം കണ്ട് പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. മഞ്ഞത്തലേനാണെങ്കിൽ അല്പനേരം ഫ്രീസായിട്ട് നിൽക്കും. ഉടനെ ആ ഗ്രാമത്തിന്റെ തന്നെ മേയർ ആളവിടേക്ക് കടന്നു വരും. തലേനാണെങ്കിൽ അദ്ദേഹത്തെ കണ്ട് ഷോക്കായി ഇപ്പൊ അദ്ദേഹത്തോട് പറയും, ഞങ്ങൾ ആക്ച്വലി നിങ്ങളെ കാണാനും ആ സ്പെല്ല് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആളെ കണ്ട് സ്പെല്ല് പർച്ചേസ് ചെയ്യാനുമാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങൾ വരുന്നത് എങ്ങനെ മനസ്സിലാക്കി ഇവിടേക്ക് എത്തി? അതിനാ മേയർ പറയും, നിങ്ങൾ വരുന്നത് മനസ്സിലാക്കിയല്ല ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചു വന്ന ആ ഒരു സ്പെൽ മാസ്റ്റർ ആള് ഇന്നലെ മരണപ്പെട്ടു. അത് കേട്ട് നമ്മുടെ ആൾക്കാരും മഞ്ഞത്തലേനും അവരെല്ലാവരും ഷോക്കാവും. നേരാണെങ്കിൽ അവരോട് പറയും, ഞാൻ അവനെ ഒത്തിരി വാൺ ചെയ്തതാണ്. അവൻ പുറത്തേക്ക് പോയ സമയത്ത് അവനോട് ആ മാസ്ക് എടുത്ത് അണിയാനായിട്ട് ഞാൻ പറഞ്ഞു. അവനാണെങ്കിൽ അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല. ഈ ഒരു സ്പെൽ പെയിന്റിങ് അത് ക്രിയേറ്റ് ചെയ്ത് അവൻ ഇവിടുന്ന് കടന്നുപോയി. ഹീറോയ്ക്കാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ അവൻ മരിച്ച സീന് അതൊരു സെക്കൻഡ് കാണിക്കും. ഹീറോ ആണെങ്കിൽ ടെൻഷനായി എൻ്റെ കൈ എങ്ങനെ മുറുക്കും. മേയർ ആണെങ്കിൽ സോറി പറയും, ഐ എം സോറി. ഒരുപാട് പ്രതീക്ഷയോട് കൂടെയാണ് നിങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു ബാഡ് ന്യൂസ് അറിയിക്കേണ്ടതിൽ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്റെ ദേഷ്യം കൂടി വരും. അതുകൊണ്ട് മറ്റൊരുത്തൻ ഹീറോയോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ തന്നെ മരിക്കേണ്ട ആൾക്കാരാണ്. സോ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ആണെങ്കിൽ അവന്റെ ബോഡിയുടെ തൊട്ടടുത്തിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കും. അവന്റെ മരണശേഷം ആ ഒരു ഇൻസ്ട്രുമെന്റ് അത് സ്വായത്തമാക്കാൻ കഴിഞ്ഞത് ഇവൾക്കാണ്. ഇവളാണ് ആ പവർ ഉപയോഗിച്ച് അവനെ പോലെ സ്പെല്ല് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ അവളൊരു ചെറിയ പെൺകുട്ടിയാണ്. ഈ ഒരു പ്രായത്തിൽ അവൾക്കത് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ അവൾ ചെയ്ത ഒരുപാട് അപകടം അവൾക്ക് നേരെ ഉണ്ടാവും. അവൾക്ക് കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറെ കൂടെ സ്കില്ല് അത് ഉപയോഗിക്കാനായിട്ട് നേടിയെടുക്കാനുണ്ട്. മഞ്ഞത്തലേനാണെങ്കിൽ ഇപ്പൊ മേയറിനോട് പറയും, സത്യത്തിൽ അവൻ ചെയ്ത കാര്യം വളരെ വലുത് തന്നെയാണ്. മരിക്കുന്നതിന് മുൻപ് അവൻ അവന്റെ പവറും എബിലിറ്റിയും അത് മറ്റൊരാൾക്ക് കൊടുത്തു. ആ മനസ്സ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതെന്ന് ഇപ്പൊ അവൻ പറയും. അത് കേട്ട് മേയർ പറയും, നിങ്ങളുടെ ആവശ്യം അത് പെട്ടെന്ന് സാധിച്ചു തരാൻ എനിക്കാവില്ല. മഞ്ഞത്തലേനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ പെൺകുട്ടി അവനും ബ്രദറിനെയും സിസ്റ്ററിനെയും പോലെയാണ് ജീവിച്ചത്. അവസാന നിമിഷം പോലും അവളെ സന്തോഷിപ്പിച്ചിട്ടാണ് അവൻ കടന്നുപോയത്. ഇവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം, എങ്ങനെ ഇവളെ ബാക്ക് ടു നോർമൽ ആക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് കേൾക്കേണ്ട താമസം അവളാണെങ്കിൽ മാജിക് പവർഫുൾ പെൻ അത് കയ്യിലെടുത്ത് ഇപ്പൊ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു കാരണവശാലും തളർന്നു പോവില്ല. ഞാൻ തളർന്ന് വിഷമിച്ചിരിക്കുന്നത് കണ്ട അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മരിച്ചുപോയ എൻ്റെ ബ്രദറിനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ മിഷൻ അത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി വരയ്ക്കാനായിട്ട് തുടങ്ങും. അദ്ദേഹത്തിന്റെ മരണം ഒരു ഉത്സവമാക്കി മാറ്റണമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുകയാണ്. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും ആ ഒരു ഘോഷത്തിൽ പങ്കുചേരും. മാത്രമല്ല നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആ കാഴ്ചയെല്ലാം കണ്ട് ഭയങ്കര അത്ഭുതം. ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ മീ വിത്ത് മല്ലു എപ്പിസോഡ്.